കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് SFI അട്ടിമറി വിജയം നേടിയത് KSU MSFനോട് കാണിച്ച രാഷ്ട്രീയ വഞ്ചനയുടെ ഭാഗമാണ്. കേവലം 10 കൗൺസിലർമാരാണ് SFIക്ക് ഉണ്ടായിരുന്നത്. MSFനും KSUനും കൂടി 14 കൗൺസിലർമാരുണ്ടായിരുന്നു. 2 കൗൺസിലർമാർ വരാതിരിക്കുകയും വന്ന 2 കൗൺസിലർമാർ SFIക്ക് വോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് എന്താക്കിയത് MSF സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത്. പിന്നെ മുസ്ലിം ലീഗും MSFും ഒക്കെ തിരിച്ചറിയേണ്ടത് ഏത് കാലത്തും പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് എടുത്താൽ എവിടെയും ഇത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന പ്രഖ്യാപിത സ്വഭാവം എന്ന് പറയുന്നത്, അവരുടെ നയം എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ കാലുവാരി സമീപം ഇത് ശക്തമായി പ്രതികരിക്കാൻ MSF നേതൃത്വം നട്ടല് കാണിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം ഇത്ര വലിയൊരു രാഷ്ട്രീയ വഞ്ചന ഉണ്ടായിട്ട് ഇപ്പോഴും MSF നേതൃത്വം മൗനം പാലിക്കുകയാണ്. ക്ലിയർ ആയിട്ട് ഉണ്ടായിരുന്ന വന്ന ഒരേ വാഹനത്തിൽ വോട്ട് ചെയ്യാൻ പോയ 12 പേരിൽ നിന്ന് 2 വോട്ട് ചോർന്നു പോയിട്ട് അത് KSUക്കാരായിട്ട് പ്രതികരിക്കാൻ സാധിക്കാത്തത് MSFന്റെ രാഷ്ട്രീയപരമായ പതനത്തിന്റെയും കൂടി അർത്ഥമാണ് അതിൽ നിന്ന് വെളിവാകുന്നത്.